അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സൗദിയിലോട്ടൊരു നേഴ്സ് വരണമെങ്കിലുള്ള ബേസിക് റിക്വയർമെൻറ്റ്സ് ആണ്. ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒരു ഡേറ്റ ഫ്ലോ ചെയ്യണം. ഡേറ്റ ഫ്ലോ നമ്മൾ ഓൺലൈനായിട്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് 10th +2 ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ അവർ വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡേറ്റ ഫ്ലോ. ഈ ഡേറ്റ ഫ്ലോയ്ക്ക് ശേഷം നമുക്കൊരു എലിജിബിലിറ്റി ID കിട്ടും. ഈ ID വെച്ചിട്ടാണ് നമ്മൾ എക്സാം ബുക്ക് ചെയ്യുക. ഈ ഒരു IDയിൽ നമുക്ക് 3 പ്രാവശ്യമാണ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രോമെട്രിക് എക്സാം സെൻറ്റേഴ്സ് വരുന്നത് ട്രിവാൻഡ്രം, ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി. പ്രോമെട്രിക് എക്സാമിന് ടോട്ടൽ 200 ക്വസ്റ്റ്യൻസും അഡീഷണലി 10 ക്വസ്റ്റ്യൻസും ആണുള്ളത്. ഇതിൽ വരുന്ന 10 ക്വസ്റ്റ്യൻസ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, അതിന് സ്കോർ ഉണ്ടായിരിക്കത്തില്ല. 800 മാർക്കാണ് ടോട്ടൽ വരിക. ഓരോ ക്വസ്റ്റ്യന് 4 മാർക്ക് വീതമാണ് ഡിവൈഡ് ചെയ്യുന്നത്. 500 മാർക്കാണ് പാസിംഗ് മാർക്കായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 4 hours നമുക്ക് ഈ എക്സാമിന് ടോട്ടൽ വരുന്നത്. അതിനിടയ്ക്ക് 2 hours കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു 15 minutes നമുക്ക് ബ്രേക്ക് എടുക്കാം. GNM പഠിച്ച് 2 വർഷത്തെ എക്സ്പീരിയൻസോട് കൂടി വരുന്ന ഒരു നേഴ്സ് ഇവിടെ നേഴ്സ് ടെക്നീഷ്യനായിട്ടും, BSc, പോസ്റ്റ് BSc, MSc നഴ്സിംഗ് കഴിഞ്ഞ് 2 വർഷത്തെ എക്സ്പീരിയൻസോട് കൂടി വരുന്നവർ നേഴ്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുമായിരിക്കും വരുന്നത്. പ്രോമെട്രിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യനും അതിന് 4 ഓപ്ഷൻസും ആയിരിക്കും ഉണ്ടാവുക. അതിലേതെങ്കിലും നമ്മൾ ടിക്ക് ചെയ്ത് പോയാൽ മതി. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും എക്സാം വരുന്നത്. നമ്മുടെ ഈ ഒരു പ്രോമെട്രിക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസീസ് കണ്ടീഷൻസ് ആയിരിക്കും മെയിനായിട്ട് വരുന്നത്. മെഡിക്കൽ സർജിക്കലിൽ നിന്നുണ്ടാവും. അതുപോലെ തന്നെ ഫണ്ടമെൻറ്റൽസ്, മെറ്റേണിറ്റി, OBG, ന്യൂ ബോൺ, ലീഗൽ ആൻഡ് എത്തിക്കൽ കൺസെപ്റ്റ്സ്, റിസർച്ച് ടോപ്പിക്സ്. തിയറി പഠിക്കാണ്ട് നമുക്ക് ഈ ഒരു എക്സാം പാസ്സാവുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഫസ്റ്റ് ഹാഫ് ഫുൾ എനിക്ക് റിസർച്ചിൽ നിന്നാണ് വന്നത്. റിസർച്ചൊക്കെ നമ്മൾ ഫോർ നേഴ്സിംഗ് കഴിഞ്ഞപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ ആ ഒരു ടോപ്പിക്കിനെ പറ്റി യാതൊരു ഗ്രാഹ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് ഇല്ലാണ്ട് ഒരിക്കലും എക്സാം അപ്പിയർ ചെയ്തതെന്നാണ് ഞാൻ പറയുള്ളൂ. അത്രയ്ക്ക് ടഫായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ഫുൾ എനിക്ക് മെറ്റേണിറ്റി, ന്യൂ ബോൺ, OBG റിലേറ്റഡ് ആയിരുന്നു. ഗൈനക് റിലേറ്റഡ് വന്നുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസും ആ ഒരു രീതിക്കായതുകൊണ്ട് എനിക്ക് ആ ഒരു സെക്കൻഡ് ഹാഫ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു.